രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ബെഡ് കോഫി, അതിനുശേഷം പല്ലൊക്കെ തേച്ച് വരുന്ന സമയത്ത് നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി, അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ, കുറച്ച് ചമ്മന്തി, ചില ദിവസങ്ങളിൽ അലങ്കാരത്തിന് ഒരു മുട്ട പുഴുങ്ങിയത് കൂടി വെക്കും. ചില ദിവസങ്ങളിൽ കൂടെ ഒരു ചായ എക്സ്ട്രാ കുടിക്കാറുണ്ട്. ഉച്ചയ്ക്ക് നല്ല കുത്തിരി ചോറിൻ്റെ ഊണ്, അതിൻ്റെ കൂടെ അന്നന്നത്തെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏത് മീനാണോ അതിൻ്റെ ഫ്രൈയോ കറിയോ ഒക്കെ ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ അത്ര ഫുഡ് കഴിക്കാറില്ല. 3 മണിക്ക് ഒരു സ്നാക്സും ചായയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അത്ര ഫുഡ് കഴിക്കാറില്ല. ബോയിൽഡ് വെജിറ്റബിൾസും ചപ്പാത്തിയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണവുമായി ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആളുകളുള്ള സ്ഥലത്ത് ലാലേട്ടൻ ടി വിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. 24 മണിക്കൂറും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പറയുന്ന ആളുകളെ പൊരിക്കാൻ വേണ്ടി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ പ്രൊമോ ഒക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒത്തിരിയധികം ആളുകൾ വന്നിട്ട് ഇന്ന് അങ്ങനെ ചെയ്യണം, ലാലേട്ടൻ വരണം, ലാലേട്ടൻ അവരെ നിർത്തി പൊരിക്കണം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിനെ അവിടുന്ന് തന്നെ പറഞ്ഞു വിടണം, ലാലേട്ടനെ ആരിന് ബഹുമാനമില്ല, അവനെ വെച്ചേക്കരുത്, അതേപോലെ തന്നെ അനുമോള്, ജിസേൽ അവരൊക്കെ കണക്കിന് പ്രഹരിക്കണം വാക്കുകൾ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ വളരെ രസകരമായിട്ട് ഈ ഒരു കാര്യങ്ങളെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു എപ്പിസോഡ് ഭംഗിയായിട്ട് അവസാനിപ്പിച്ചിട്ട് പോകും. ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയും കുറഞ്ഞു ഒന്നിരിക്കില്ല. നമ്മൾ ഒരാഴ്ച എന്തൊക്കെയാണോ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്ത എടുത്തു പറഞ്ഞ പോയിന്റുകളെല്ലാം അതിനകത്ത് കവറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ കേട്ട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചങ്ങ് പോവുകയാണ്. വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡെയിലി ഈ 1.5 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ എപ്പിസോഡ് പോലും കാണാനായിട്ട് സമയം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം അവർ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ ഹൗസിൽ 24/7 ലൈവിലൂടെ ആക്റ്റീവായിട്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനോട് അവിടെ നടക്കുന്ന ഇഷ്യൂസിനോട് ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ലാലേട്ടനെ പോലെയുള്ള ഒരു ഓഡിയൻസിന് ആസ്വദിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷോ അല്ല ശരിക്കും പറഞ്ഞ ഇത്. കാരണം അവർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയും ആ ഒരു ഷോയിലില്ല. നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സംഗതികൾ ഉള്ള ഒരു ഷോയാണ് നമുക്ക് ആസ്വാദകരമായിട്ട് തോന്നുന്നത്. അവർ ലോകം ആരാധിക്കുന്ന, എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ കേരളത്തിലെ ആളുകളുടെ മുൻപിലൊന്ന് അറിയപ്പെടാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിനായി വന്നിരിക്കുന്ന ആളുകളാണ്. 50 ലക്ഷം രൂപയും അല്ലെങ്കിൽ ഡെയിലി കുറച്ച് പേയ്മെൻറ്റൊക്കെ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒരു സംഗതി അവർക്ക് ഹുക്കായിട്ട് നിൽക്കുന്നില്ല. അവരുടെ കുറ്റമല്ല, അതിലേതെങ്കിലും ഒരു സംഗതി അവരെ അതിൽ പിടിച്ചിരുത്താനായിട്ടില്ല. അതുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം പലപ്പോഴും അവിടെയുള്ള ഏതെങ്കിലും ഒരാളോട് ലാലേട്ടൻ എന്തോ ഫേവറിസം ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് സ്വയം നിലവാരം കളയാതിരിക്കുക. ജിസേലിനോട് അങ്ങനെയാണ്, ജിസേലിൻ്റെ കൊഞ്ചി കുഴഞ്ഞാട്ടം ലാലേട്ടൻ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയൊന്നുമില്ല. അവിടെ ഉള്ള ആളുകളുമായിട്ട് ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകർക്കേ ഉള്ളൂ. ഫുൾ ടൈം ഇത് കാണുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് ആ ഒരു കണക്ഷനൊക്കെ ഉണ്ടാവുക. വെറുതെ ആളുകൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വെറുതെ പറയാൻ തോന്നിയതാണ്. അതേപോലെ തന്നെ ഹിന്ദിയിൽ സൽമാൻ ഖാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലാലേട്ടനും സൽമാൻ ഖാനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ലാലേട്ടൻ കുറച്ചും കൂടി ഇപ്പോൾ വളരെയധികം ആക്റ്റീവാണ്. സൽമാൻ ഖാന് വേറെ പ്രത്യേകിച്ച് പരിപാടികളോ അദ്ദേഹം ഏൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഇതിൽ നിന്നോ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. ലാലേട്ടന് കൂടുതൽ മുൻഗണന അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കരിയറിനും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ലാലേട്ടനാണോ ബിഗ് ബോസിനാണോ ഇമ്പോർട്ടൻസ്? അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു കൊല്ലം ബ്രേക്ക് വരത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങി നിന്നിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിതവ്യയത്തോടെ എല്ലാ കാര്യങ്ങളെയും പരിഗണിക്കുക. അത് ലാലേട്ടനെ കണ്ടു പഠിക്കേണ്ടതുണ്ട്. അതേപോലെ ലാലേട്ടൻ അവിടെയുള്ള ആളുകളോട് ദേഷ്യപ്പെടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിന് ദേഷ്യം അഭിനയിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഇമോഷണലി കണക്റ്റഡ് അല്ല. കാരണം അദ്ദേഹം വളരെ ഇമോഷണലായിട്ടുള്ള ഒത്തിരി ഡെപ്തുള്ള സ്റ്റോറികളുള്ള സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു കാര്യമൊക്കെ വന്ന് ചെയ്യുന്നത്. അത്ര തിരക്കായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയുന്നതിന് മുന്നേ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഈ അപ്പാനി ചേർത്ത് അതേപോലെ തന്നെ അക്ബർ, ആര്യൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ വളരെ മോശമായിട്ടുള്ള ചില പരിപാടികൾ എന്തോ ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഹീറോ ആവാം എന്നുള്ള വിചാരത്തോടെയൊക്കെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡിന് പകരമായിട്ട് ആരെങ്കിലും കയറിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാച്ചിനെ കയറ്റി വിട്ടിട്ടുണ്ട്. പ്ലാച്ചി, നല്ല പേര്. അപ്പോൾ ഈ പ്ലാച്ചി എന്ന് പറയുന്നത് എന്തോ ഒരു മനുഷ്യജീവിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവരതിനോട് പക വീട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്ലാച്ചിക്ക് ഒരു എപ്പിസോഡ് തന്നെ കൊടുക്കേണ്ടി വന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ഒരു വലിയ റോള് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അനുമോൾക്ക് പെട്ടിയിൽ വെച്ച് പ്ലാച്ചിനെ കൊടുത്തു വിട്ടു.
അനുമോള് ഇതിനെ കിട്ടുമ്പോൾ കിച്ചണിൽ നിന്നിട്ട് മാറി എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു പാവേനെ കൊടുത്തു വിട്ടത്. അനുമോൾ ഇന്നലെ പാവയൊക്കെ ആയിട്ടാണ് ജയിലിൽ പോയത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ പാവയൊക്കെ എവിടെ നിന്ന് വന്നു, അതിന് മുന്നേ ഉള്ള സീന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ പാവയെ അപ്പാനി രാത്രി വന്ന് എറിയുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. അപ്പം അതിനു മുന്നേ അപ്പാനിയോട് വളരെ മോശമായിട്ട് അനുമോള് പെരുമാറി എന്നുള്ളത് പിന്നെ കേട്ടു. എന്നാലും ഈ പാവയെ എടുത്തെറിയുക, അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി രാവിലെ വട്ടം കൂടി കുറച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ എപ്പിസോഡിൽ കുറച്ച് സംഭവങ്ങളെ കണ്ടുള്ളൂ. ഈ പ്ലാസ്റ്റിനെ ഇങ്ങനെ തൂക്കിയിടുന്നു, അതിനെ വാലയൊക്കെ ഇട്ട് തൂക്കിയിടുന്നു. രാവിലെ എനിക്ക് തോന്നുന്നു ലൈവിൽ കുറേ സമയം ഇത് തന്നെയായിരുന്നു അവരുടെ പ്ലാനിങ്. അനുമോളുടെ കിറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ച ഒരു വൃത്തികെട്ട പരിപാടി ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആര്യൻ കാണിക്കുന്ന മുഴുവൻ വൃത്തികേടായതുകൊണ്ട് ഇത് എത്രത്തോളം വൃത്തികെട്ടതാണ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മൊത്തം പുള്ളിക്കാരൻ നമുക്ക് അരോചകത്തിൻ്റെ അങ്ങേറ്റമാണ്. നെവിൻ അതിനോട് ഒരു സപ്പോർട്ടൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു. നെവിൻ അത് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അനു ജയിലിലേക്ക് പോയ സമയത്ത് ഈ ഒരു കിറ്റ് കൊണ്ടുപോയി കട്ടിലിടുന്നു, ഷൈത്യത് അനുവിനോട് പറയുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. നല്ല രീതിയിൽ അനു ആര്യനെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അധിക്ഷേപത്തിന് ഉപയോഗിച്ച വാക്കുകളെ കുറിച്ചിട്ടൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ആര്യൻ മുൻകൈ എടുത്ത് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് അപ്പാനിയുടെ വലിയ റോളുണ്ട് കേട്ടോ. അപ്പാനി ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. അനുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരു രീതി പെരുമാറും, മാറി നിന്നിട്ട് വളരെ മോശമായിട്ട് പെരുമാറും. ഈ പാവേനെ എങ്ങനെ ഉപദ്രവിക്കാമെന്നുള്ളതാണ്. അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി, അനുമോളെ ബുള്ളി ചെയ്യാൻ വേണ്ടി, പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ആയിട്ടൊക്കെ ആളുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ബുള്ളി ചെയ്യാൻ വേണ്ടി ഇതിനെ എന്തൊക്കെയോ ചെയ്യുക എന്നുള്ള അവർ പ്ലാൻ ചെയ്യുന്നു. അവരാദ്യം പ്ലാൻ ചെയ്തത് ഇതിൻ്റെ കഴുത്തിൽ കെട്ടി അതിനെ കൊല്ലാമെന്നോ കണ്ടൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം കാലിൽ കെട്ടി തൂക്കിയിടാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നീടാണ് തോന്നുന്നു വാലിൽ കെട്ടി തൂക്കിയിട്ടത്. അപ്പോൾ ഇതിങ്ങനെ വേദന കൊണ്ട് പൊളയുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെ ആയിരുന്നു രാവിലത്തെ ലൈവിലുണ്ടായിരുന്നത്. അതേപോലെ അവിടെ നിന്ന് അനുമോളെ പാട്ട് പാടുക. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു ജയിൽ തുറക്കുന്ന സമയത്ത് അപ്പാനി അവിടെ പോയിട്ട് എന്തോ ഒരു ഷോ കാണിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ കോർണർ ചെയ്തിട്ടുള്ള ബുള്ളിങ് അനുമോൾക്കെതിരെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുള്ളിങ്ങിൻ്റെ സാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസും അതേപോലെ ഒനിയിലും ഉള്ള ആളുകളുമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അനുമോളെ ചേർത്ത് നിർത്തിയിട്ട് അനുമോളുടെ കൂടെയുള്ള ആളുകളെല്ലാം തങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്കെതിരെ ഒരു ഗെയിം കളിക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ജിസേൽ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ജിസേൽ കൃത്യമായിട്ട് രാവിലെ ലൈവിൽ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കാണിക്കുന്നത് ബുള്ളിങ് ആണ്, നിങ്ങൾ ഈ കാണിക്കുന്നത് ബുള്ളിങ് ആണ്. നിങ്ങൾ സംഘം ചേർന്ന് അനുമോളെ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്തു കഴിഞ്ഞാൽ അനുമോൾ ഒരു വിക്ടിമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അവിടെ ഒരു വിക്ടിമൈസേഷൻ വരും, നിങ്ങൾ ചെയ്യുന്നത് ബുള്ളിങ് ആണ് എന്ന് ജിസേൽ എടുത്ത് പറഞ്ഞിരുന്നു. അതിന് ശേഷമുള്ള ജിസേലിൻ്റെ ടോക്കൊന്നും ലൈവിൽ കാണിച്ചില്ല. വേറെ കാര്യങ്ങളിലേക്ക് കട്ട് ചെയ്ത് ക്യാമറ പോയി. ഇതേ കാര്യം ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുമോൾ സോഫ്റ്റ് ആവുകയോ അനുമോൾ നന്നാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ബുള്ളിങ് എടുത്ത് നിൽക്കും. അത് എടുത്തു നിൽക്കാൻ തക്ക തരത്തിലേക്ക് കയ്യിൽ നിന്ന് കാര്യമായിട്ടുള്ള പരിപാടി ഇന്നലെ അവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും എപ്പിസോഡിൽ അതൊരു ചർച്ചയായിട്ട് മാറുകയുണ്ടായി. ഇതിനുശേഷം ഞാൻ മുന്നേ പറഞ്ഞ ഡിസ്കഷൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ഇവർ അതിനെ വാലിൽ കെട്ടിത്തൂക്കുന്നു. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനി എന്തിനാണ് ഈ പാവയെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് അക്ബറിൻ്റെയും ആര്യൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വന്നത്. കെട്ടിത്തൂക്കിയ പാവ ഏതായാലും അനീഷ് വന്ന് ഇറക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം അനീഷ് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നൈസായിട്ട് പതുങ്ങി ഒരു സൈഡിൽ കൂടെ പോവുകയാണ്. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം അനീഷ് ഏറ്റവും വലിയ വില്ലനായിട്ട് ഇവിടെ സ്വയം അവരോധിച്ച വ്യക്തിയാണ്. പിന്നീടാണ് മനസ്സിലായത് ബാക്കിയുള്ളതെല്ലാം കച്ചറകളാണ് എന്നുള്ളത്. അനീഷിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന കാര്യത്തെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നീട് ഇപ്പോൾ ഗെയിമിൽ ഇവർക്കൊപ്പം നിൽക്കാനായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. അത് ഓരോ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ തൻ്റെ ക്വാളിറ്റിയിൽ അത്രയധികം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ലോ ക്വാളിറ്റി പരിപാടി ഒരൈറ്റവും പിടിക്കില്ല. കഴിഞ്ഞ സമയത്ത് ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, ഇയാളുടെ നാട്ടിലൊക്കെ ഇയാളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇയാൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ബിഗ് ബോസിലുള്ള ഇപ്പോൾ ഉള്ള ആളുകളുടെ ആ ഒരു രീതികളോ അവരുടെ വർത്തമാനങ്ങളോ ഒന്നും ശരിക്കും യോജിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഹൗസിൽ 2 ഗ്യാങ് ഉണ്ട് എന്ന് മൊത്തത്തിൽ എല്ലാ ആളുകൾക്കും അറിയാം. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഈ 2 ഗ്യാങ്ങിൻ്റെ ഭാഗമാണ്. AMD ഗ്യാങ്, അനുമോൾ മൂടുതാങ്ങി ഗ്യാങ് എന്നൊക്കെ അവർ വിളിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് എന്ന് അക്ബറൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ട്രൗസർ വള്ളി ഗ്യാങ്, ജിസേലിൻ്റെ ട്രൗസർ വള്ളി ഗ്യാങ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. ഈ ഒരു ഗ്യാങ്ങിനെ കുറിച്ചൊക്കെയുള്ള സംസാരം മൊത്തത്തിലുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാങ്ങിനെ പൊട്ടിക്കാനായിട്ട് ആർക്കും നേരിട്ട് ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിലേറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളുടെ ഗ്യാങ്ങിൽ പുറമേ നോക്കുന്ന സമയത്ത് ആൾക്കാരെന്ത് വിചാരിക്കും, അനുമോളാണ് ഗ്യാങ് ലീഡറെന്ന്. അനുമോൾ ഗ്യാങ് ലീഡറൊന്നുമല്ല. അനുമോൾ കുറച്ചും കൂടെ ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഇമോഷൻസ് ഒക്കെ ഇട്ട് ഇടയ്ക്കൊക്കെ പൊട്ടിക്കരയുന്ന, ചില സമയങ്ങളിൽ വർത്തമാനം പറയുമ്പോൾ ചില വാക്കുകൾ പുറത്തേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രം ലീഡർ ആവുന്നതാണ്. ശരിക്കും കളിയൊക്കെ നടക്കുന്നത് ഞാൻ ഇന്നലത്തെ തമ്പനയിലിൽ കൊടുത്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നിന്നാണ്. ഈവൻ ശൈത്യ പോലും നല്ല രീതിയിൽ ഗെയിം കളിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്.
ആദില നൂറ് അവർ തമ്മിൽ പോലും നല്ല രീതിയിൽ കളിച്ച് കയറി വരികയാണ്. അതേപോലെ ലൈവിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ അനു ഈ ശൈത്യോടൊക്കെ നീ എന്തിനാ അവിടെ പോയി സംസാരിക്കുന്നു, ഇന്ന കാര്യം സംസാരിക്കുന്നു, അവരുടെ കൂടെ പോയിരിക്കുന്നു, എന്നീ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് തന്നെ അനുവിനെതിരായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പോയാൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ. അനുവിന് ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കേണ്ടത് അനുവിൻ്റെ ആവശ്യമായി മാത്രം മാറുകയാണ്. അനുമോളുടെ മൂട് താങ്ങികൾ എന്ന് വിളിക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകളെ ഇത് ലൈവ് കാണുന്ന നമുക്കോ അല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്ന നമുക്കോ ഒന്നും തോന്നില്ല. ഇനിയിപ്പോൾ അവിടെ ഫുൾ ടൈം ഉള്ള ആളുകൾക്ക് അങ്ങനെ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഏതായാലും തോന്നുന്നില്ല. കാരണം ഇവർ ഓട്ടോമാറ്റിക്കലി വന്നൊരു ഗ്രൂപ്പാണ്. അതിൽ അനുമോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് ഒരു വിചാരമോ അതനുസരിച്ചിട്ട് അനുമോളുടെ കൂടെ നിൽക്കണമെന്നുള്ള ഒരു ചിന്തയോ അവിടെയുള്ള വേറെ ഒരാൾക്കും ഇല്ല. ഈ ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് ഇല്ല. ശൈത്യക്ക് ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ അനുമോളിനോട് നിൽക്കണമെന്നുള്ളതേ ഉള്ളൂ. അനുമോൾക്ക് ശൈത്യം എപ്പോഴും കൂടെ വേണം എന്നുള്ള ഒരു പൊസസീവ്നെസ്സിനെ കുറിച്ചിട്ട് നമുക്ക് രാവിലത്തെ ലൈവിൽ നിന്ന് മനസ്സിലായതാണ്. അങ്ങനെ ലാലേട്ടൻ വരികയാണ്. പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യേണ്ടത് അനുമോളുടെയും ജിസേലിൻ്റെയും കാര്യമാണ്. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പല ബിഗ് ബോസിലും ആണുങ്ങൾ തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, ഫിസിക്കൽ അസോൾട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഈ സ്ത്രീകൾ തമ്മിലുള്ള ഒരു വഴക്ക് വ്യത്യസ്തമാണ്. അനുമോൾ ജിസേൽ എന്താണ് പ്രശ്നം? ആദ്യം തന്നെ അനുമോളുടെ ഭാഗത്തു നിന്നുള്ളതാണ് അദ്ദേഹം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അനുമോളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെയാണോ വിമർശനങ്ങളായി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല, ഗെയിമിലൊന്നും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ മോശം വാക്കുകളൊക്കെ വിളിക്കുന്നു, എന്താണ് പ്രശ്നം? അതേപോലെ തന്നെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ഈ റൂൾ ബ്രേക്ക് ചെയ്തതിനെ കുറിച്ചിട്ടും ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നതിനെ കുറിച്ചിട്ടും. പിന്നീട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടാളുകളും ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി വെറുതെ കാട്ടിക്കൂട്ടുന്നതാണോ? ഇതിനുശേഷം കുറച്ചധികം സമയം അനുമോൾക്ക് ആകെ മൊത്തത്തിൽ വിഷമാവുന്ന തരത്തിലേക്കുള്ള സംസാരമായിരുന്നു. അപ്പോൾ അനുമോൾ പറയുകയാണ്, എന്നെ എല്ലാ ആൾക്കാരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നു, ഞാൻ ആക്ച്വലി ജിസേലിൻ്റെ അടുത്ത് ചെയ്തത് റൂള് ബ്രേക്ക് ചെയ്തത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അനുമോളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണോ? അനുമോൾക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അതേപോലെ തന്നെ അനുമോൾ സംസാരിക്കുന്ന ഭാഷയെ കുറിച്ചിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ആളുകൾ എന്നൊക്കെ അനുമോൾ പറഞ്ഞ സമയത്ത് ലാലേട്ടൻ അതിനോട് വളരെ ഈസി ആയിട്ട് മറുപടി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു ഗെയിമാണ്, അങ്ങനെ ആളുകൾ ടാർഗറ്റ് ചെയ്യും, ആളുകൾ ഗ്രൂപ്പാവും, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാ ആൾക്കാരും എടുത്തു പറഞ്ഞു, നിങ്ങളെ പാമ്പർ ചെയ്ത് നിൽക്കണമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമോ? പിന്നെ എല്ലാ ആളുകളും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്നും പറയുന്നു. ബിഗ് ബോസ് ഹൗസാണ് എന്നറിഞ്ഞ് എല്ലാം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇമാതിരി കാര്യങ്ങളൊക്കെ പറയാമോ? അതായത് ഫോട്ടോ എൻ്റെ ആരും ഇതുവരെ കത്തിച്ചിട്ടില്ല, എന്നോട് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറയുന്നതിന് ലോജിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ അനുവാദമില്ലാതെ ആ ഒരു ലിപ്പിൽ തൊട്ടതിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചിട്ടും പറയുന്നു. ഈ അനുമോളും ജിസയിലും തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സ്ലോയിൽ കാണിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് കാണാത്ത ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലാവും, ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി അറഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജിസേലിലേക്ക് അനു കടന്നു കയറിയത്. പക്ഷേ ജിസേലിൻ്റെ തിരിച്ചുള്ള പരിപാടി, തിരിച്ചുള്ള ആ ഒരു തള്ളൽ എന്ന് പറയുന്നത് റിഫ്ലെക്സ് എന്ന് ലാലേട്ടൻ പലതവണ പറഞ്ഞു. എനിക്കതിനോട് വലിയ വിയോജിപ്പുണ്ട്. അത് റിഫ്ലെക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് ഉടനടി തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഗതിയാണ്. ഇതങ്ങനെയല്ല. ജിസേലിൻ്റെ ചുണ്ടിൽ തൊട്ട് ജിസേലിന് ദേഷ്യം വന്നു, ആ ഒരു ദേഷ്യം ഇങ്ങനെ 2 സെക്കൻഡ് എടുത്ത് ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചതിന് ശേഷം പിടിച്ച് തള്ളിയതാണ്. അപ്പോൾ അതൊരു ദേഷ്യപ്രകടനമാണ്. ശരിക്കും പറഞ്ഞാൽ അത് റിഫ്ലെക്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അനുമോളുടെയും ജിസേലിൻ്റെയും ആ ഒരു പരിപാടികളെ ഒരേ തട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും, അങ്ങനെ അത് പരിഹരിക്കാൻ വേണ്ടിയായിരിക്കും അവരതൊരു വലിയ പ്രശ്നമാക്കിയില്ല. ഇതിനിടയിലെല്ലാം അനുമോളുടെ പരാതികൾ പറയുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന അനുമോളുടെ പരാതികൾ ലാലേട്ടനോട് പറയുന്നുണ്ട്. ഗ്യാങ് ആയിട്ട് അനുമോൾക്കെതിരെ കളിക്കുന്നു, അങ്ങനെ കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു. അതേപോലെ തന്നെ ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ നല്ലൊരു ക്യാപ്റ്റൻ ഇല്ല എന്നൊക്കെ അനുമോൾ പറഞ്ഞു, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അനുമോൾ ക്യാപ്റ്റനെ കേൾക്കാറുണ്ടോ? അതിനുശേഷമാണ് ഈ മൊത്തം അനുമോളുടെയും ജിസേലിൻ്റെയും കാര്യങ്ങൾക്ക് ശേഷമാണ് ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനിയോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഇതൊന്നും മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ? അപ്പോൾ അപ്പാനി ശരത്ത് കൃത്യമായിട്ട് അനുമോൾക്കെതിരെയുള്ള ഒരു ഗെയിമും അനുമോൾക്കെതിരെയുള്ള ദേഷ്യമൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അപ്പാനി കൃത്യമായി പറയുന്നുണ്ട്, ബാക്കി എല്ലാ ആൾക്കാരും എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനുമോൾ മാത്രം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അനുമോൾ മാത്രം ഒന്നും കേൾക്കില്ല, അനുമോൾ ക്യാപ്റ്റനെ അംഗീകരിക്കില്ല. അനുമോൾ മുന്നോട്ടേക്ക് വെച്ച ഹൗസിലെ സാഹചര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ആളുകളും സമ്മതിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആർക്കും സമ്മതമൊന്നുമില്ല. അവരൊന്നും അനുമോൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈവൻ ശൈത്യ പോലും. അതിനുശേഷം ഈ അനുമോളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട്. ശൈത്യയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അനുമോൾ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല, അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഡ്യൂട്ടി ചെയ്തിരുന്നു. ഇല്ല, ശൈത്യ പറഞ്ഞാണ് കറക്റ്റ്. അനുമോൾ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പോയി, അവിടെ ചെന്നപ്പോൾ അടുത്ത പ്രശ്നം കണ്ടുപിടിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൃത്യമായിട്ട് ശൈത്യ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെ അനുമോൾ എടുത്തിട്ടൊരു കാര്യമുണ്ട്, വേറെ ആരും അഭിപ്രായം പറയില്ല, എല്ലാ ആളുകൾക്കും പേടിയാണ്.
അതൊക്കെ എന്ത് ഓവറായിട്ടുള്ള വർത്താനാണ്. ആർക്ക് പേടി, ആരെ പേടി, എന്തിനു പേടി? അനുമോള് മാത്രമാണ് എന്ത് സൂപ്പർ ഗെയിം കളിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് അനുമോൾ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അനുമോള് അതിവൈകാരികമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ബിഗ് ബോസിന് വേണ്ടിയാണ് കളിക്കുന്നത്, റേറ്റിങ്ങിന് വേണ്ടിയാണ് കളിക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുകയാണ്, ഞാൻ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണിയെടുക്കും. അങ്ങനെ പണിയെടുക്കാൻ വേണ്ടി കാണിച്ച കാട്ടിക്കൂട്ടലാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കുളമായിട്ടുണ്ട്. അപ്പോൾ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്, അതൊക്കെ കണ്ടൻറ് ആവുമെന്നുള്ള തോന്നലായിരുന്നു എന്നുണ്ടെങ്കിൽ, അത് പറയാതെങ്കിലും ഇരിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം രണ്ടാളുകൾക്കും കൃത്യമായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ജയിലിൽ രണ്ടാളുകളും 2 മണിക്കൂർ ഒന്നിച്ച് കഴിയണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കും എന്നുള്ളതായിരിക്കും അവർ വിചാരിക്കുന്നത്. ഈ ഒരു ഗെയിം മൊത്തത്തിൽ നല്ലൊരു കണ്ടൻറ് അല്ലാതായി മാറിയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിഹാര ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പരസ്പരം ബാഡ്ജ് ധരിക്കണം. ഇപ്പോൾ അനുമോളുടെ ഫോട്ടോ വെച്ച ബാഡ്ജ് ജിസേൽ ധരിക്കണം, ജിസേലിൻ്റെ ഫോട്ടോ വെച്ച ബാഡ്ജ് അനുമോൾ ധരിക്കണം. ഇതിനുശേഷം നെവിൻ്റെ പുറത്തുപോക്കുമായി ബന്ധപ്പെട്ട സംസാരമാണ്. നെവിൻ ഒട്ടും പ്രതീക്ഷയില്ല ബിഗ് ബോസ് പറയുമ്പോൾ തന്നെ വാതിൽ തുറക്കുമെന്നുള്ളത്. അപ്പോൾ അറിയാതെ പുറത്തേക്ക് പോയതാണ്, ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ നെവിൻ തിരിച്ചു വന്നപ്പോൾ ആർക്കൊക്കെ വിഷമായിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ആദില, നൂറ, അനു എന്നീ പേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദില, നൂറ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ശരിക്കും നൂറയാണ് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് പറയുന്നത്. നൂറയാണ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമായി, നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സന്തോഷമായി എന്ന് പറയുന്നു. ആദില കുറച്ചും കൂടെ ആലോചിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദില കൃത്യമായിട്ട് നെവിൻ തിരിച്ചു വരേണ്ടി വന്നത് നെവിൻ്റെ ഒരു കുറവായിട്ടും നെവിൻ്റെ ഒരു വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ടും ഒക്കെയാണ് ചിത്രീകരിക്കുന്നത്. ലാലേട്ടൻ പിന്നീട് ആളുകൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പോണം എന്നുള്ള ചിന്തയുണ്ടോ? രേണുസുതി ഇടയ്ക്കൊക്കെ പോണം എന്ന് പറയുന്നുണ്ടല്ലോ, പോണോ? വേണമെങ്കിൽ ഇപ്പോൾ പുറത്ത് വിടാം എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ഞാനായിട്ട് പോകില്ല, എന്നെ എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടാലേ പോവുള്ളൂ എന്നുള്ള ലൈനാണ് രേണുസുതി. ഇതിന് ശേഷമാണ് ഞാൻ മുന്നേ പറഞ്ഞ അനുമോളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള വർത്തമാനങ്ങൾ. ഞാൻ ബിഗ് ബോസിന് വേണ്ടിയാണ് കളിച്ചത്, ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ നല്ലൊരു റേറ്റിംഗ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ഇതിനുശേഷം അക്ബറിൻ്റെയൊക്കെ ആ ഒരു ഗെയിം തിരിച്ചുവിടാൻ വേണ്ടി ലാലേട്ടൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അക്ബറിനോട് ചോദിക്കുന്നു, നിങ്ങൾക്കിവിടെ അനുമോൾ ഫാൻസ് അസോസിയേഷൻ വല്ലതും ഉണ്ടോ? പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് എപ്പോഴും അനുമോളുടെ പുറകെയാണല്ലോ നടക്കുന്നത്, അനുമോളെ മാത്രം എന്തിനു ടാർഗറ്റ് ചെയ്യുന്നു? വേറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അക്ബർ ലാലേട്ടനോട് പറയുന്നത്, ലാലേട്ടൻ പറഞ്ഞില്ല എൻ്റെ ഭാഷ സൂക്ഷിക്കണം, അഗ്രസീവ് ആവരുത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാട്ട് പാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നു, അത്രത്തോളം ഭാഷാശുദ്ധിയൊന്നും വന്നിട്ടില്ല, കുറച്ചും കൂടെയൊക്കെ മാറാനായിട്ടുണ്ട്. അതേപോലെ തന്നെ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോൾ ഇവിടെ വല്ലാണ്ട് പ്രാകുന്നു, ഞാനും എൻ്റെ പെണ്ണും തമ്മിൽ പിരിയുമെന്നൊക്കെയുള്ള രീതിയിൽ പ്രാകുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അനുമോളെ അങ്ങനെ പറയുന്നത്. അപ്പാനി, റെന, ആര്യനൊക്കെ ഈ ഒരു സംഘത്തിലുള്ളതാണല്ലോ. അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ അനുവിൻ്റെ ഭാഷയെക്കുറിച്ചിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത്, അനു ആണ് പ്രശ്നക്കാരി എന്നുള്ള രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അനീഷ് മാത്രമാണ് ഒരു സപ്പോർട്ട് അനുവിന് വേണ്ടി പറയുന്നത്. അനീഷിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ അക്ബറൊക്കെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു, ബുള്ളി ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ അനീഷ് എടുത്തു പറയുന്ന പേരുകൾ, അപ്പാനി, അക്ബറൊക്കെ നിരന്തരം ശല്യപ്പെടുത്തുന്നു, ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും ശല്യപ്പെടുത്തുന്ന സാഹചര്യത്തെക്കുറിച്ചിട്ടൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് മുന്നിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഷാനവാസൊക്കെ പറഞ്ഞൊരു കാര്യം, ഞങ്ങളിങ്ങനെ അനുമോളെ ചേർത്ത് നിർത്തി, എന്നാലും അനുമോള് പിന്നീട് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മൊത്തത്തിൽ അനുമോൾക്കെതിരായിട്ടാണ് ഹൗസിലുള്ള ആളുകളൊക്കെ അഭിപ്രായം പറയുന്നത്. അനുമോൾ അതിനോടൊപ്പം ഇങ്ങനെ കരയുന്നും കണ്ണീർ പൊഴിക്കുന്നും കണ്ണുനീർ തുള്ളി വരുത്തുന്നും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു എപ്പിസോഡാണ്. ഈ ലൈവ് ഒന്നും അല്ലാത്തതുകൊണ്ട്, ഈ സ്റ്റേജിലുള്ള പരിപാടിയൊന്നും അല്ലാത്തതുകൊണ്ട് അത്ര പവറില്ല മൊത്തത്തിൽ. ഇതിനുശേഷം അനുമോളുടെ ഒരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. അനുമോളുടെ ഷവർ കിറ്റ് കണ്ടില്ല, അത് ക്യാപ്റ്റനോട് പറഞ്ഞിരുന്നു, ക്യാപ്റ്റൻ ചോദിച്ചിട്ടും ആരും ഒന്നും വേണ്ടിയില്ല, ആരും മൈൻഡ് ചെയ്തില്ല, ഒരു ദിവസം കുളിച്ചില്ല എന്നൊക്കെ വളരെ വേദനയോടെ പറയുന്നു. അപ്പോൾ ഈ ഒരു കിറ്റ് എടുത്ത് ആരാണ് എന്നറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ വിഷ്വൽ കാണിക്കാൻ വേണ്ടിയാണ്. ശൈത്യ പറഞ്ഞതുകൊണ്ട് അനുവിന് ആര്യനാണ് എടുത്തത് എന്നറിയാം. ആര്യൻ, അപ്പോൾ ആര്യന് പിന്നെ അങ്ങനെ മര്യാദയൊന്നുമില്ലല്ലോ, എൻ്റെ ടീഷർട്ട് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടത് എന്തിനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ന്യായീകരിക്കുന്നു. ഒരു മര്യാദയില്ലാതെ ലാലേട്ടന് മുമ്പിൽ വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാണ്. അതോടൊപ്പം ആര്യൻ ജയിലിൽ ഈ ഒരു പാവയെ കൊണ്ടുപോയതിനെ കുറിച്ചിട്ടും കംഫർട്ട് സ്പേസ് അല്ല ജയിലിൽ വേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നു. ശരിക്കും ബിഗ് ബോസ് അകത്തേക്ക് പെട്ടിയിൽ പാവയെ കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത് ഉപയോഗിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ജിസേൽ അപ്പോൾ പറയുന്നു, ലിപ്സ്റ്റിക്ക് അലൗഡ് അല്ലല്ലോ. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് റൂളിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് അലൗഡ് അല്ലാതിരുന്നൊരു സംഗതിയാണ്. അത് ബിഗ് ബോസ് തിരിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞൊരു സംഗതിയാണ്. ഇത് അനുമോൾക്കകത്ത് കൊടുത്തുവിട്ട സംഗതിയാണ് എന്നുള്ളത് എന്തുകൊണ്ടോ ജിസേലൊന്നും മനസ്സിലാക്കുന്നില്ല. ആര്യൻ മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലായി ഇങ്ങനെ നിൽക്കുന്ന സമയം മനസ്സിലാക്കിയ ഷാനവാസ് ആര്യനെതിരെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ലാലേട്ടൻ ആ ഒരു ബാൻഡ് എടുത്തുകൊണ്ട് പോയ അന്ന് ആര്യൻ എൻ്റെ ബാൻഡ് എടുത്തു,
ഇതിനുശേഷം ജിസേലിൻ്റെ പതിവ് ക്യൂട്ട്നെസ്സും മെഴുകൽ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് വിനയമാണോ അല്ലെങ്കിൽ മെഴുകലാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട്. വേറൊരു ഭാഷയിൽ താനല്ലാത്ത ഒരു രീതിയിൽ ഓവറായിട്ട് റൂള് ബ്രേക്ക് ചെയ്തെങ്കിലും കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ജിസേലിൻ്റെ ഒരു രീതി. ലാലേട്ട എൻ്റെ തുണികൾ കിട്ടിയില്ല, തുണികൾ കിട്ടിയാൽ അങ്ങനെ ആയേനെ, ഇങ്ങനെ എന്തോ ഒരു രീതിയിൽ. അപ്പോൾ ഈ ജിസേലിൻ്റെ തുണികൾ മാത്രം കിട്ടാത്തതിൻ്റെ കാരണം റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ട് പെട്ടി പോയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പെട്ടി തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു കണ്ടൻറ്റായിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ജിസേൽ അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നു. ആളുകൾക്ക് ജിസേലിന് പെട്ടി കിട്ടുന്നതിൽ അതൃപ്തി ഉണ്ടോ, എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആരോ പറയുന്നുണ്ട് ഈ AMD GTV ഗ്യാങ് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊക്കെ. ഇതിനിടയിലാണ് ഷാനവാസും ആര്യനും തമ്മിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വെളിയിലേക്ക് വരെ എത്തിയ പ്രശ്നം. ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് വരെ ഇവർ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഒരു ബഹുമാനം പോലും ആ ഒരു ഹോസ്റ്റായിട്ടുള്ള മനുഷ്യന് കൊടുക്കുന്നില്ല, ഈ ഒരു സീസണിൽ കാണുന്നില്ല. കാരണം ആളുകൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. ലാലേട്ടൻ തന്നെ പല സാഹചര്യങ്ങളിലും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിനെതിരെ പറയേണ്ടി വരുന്നു. ആൻഡ് ബിന്നിയും ഈ ആര്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ആര്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡോക്ടറായിട്ടുള്ള ബിന്നിയുടെ ഒരു വിലയിരുത്തൽ. ലാലേട്ടൻ അപ്പോൾ കൃത്യമായിട്ട് മറ്റേ കാര്യം ചോദിക്കുന്നു. ഈ കുളിക്കുമ്പോൾ മറ്റേ മുട്ടത്തോട് കിരീടം വെക്കണോ എന്നൊക്കെ ചോദിച്ചത് എനിക്ക് മനസ്സിലാവും, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ലാലേട്ടനോട് കളിച്ചോളൂ എന്നൊക്കെ ഉള്ളൊരു വാണിംഗ് കൊടുത്തു. കാരണം ലാലേട്ടനും ഈ ഒരു ഗെയിമിലെ കളിക്കാരൻ തന്നെയാണ്. ഇതിനുശേഷം എവിക്ഷനെ ഓർമ്മപ്പെടുത്തുകയാണ്. എവിക്ഷൻ ഉണ്ടായിരുന്നില്ല, ഓണവുമായി ബന്ധപ്പെട്ടും ലാലേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നും എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. എവിക്ഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. രേണു സുധി, ഒനിൽ, അഭിലാഷ്, ആദില, നൂറ, ഷാനവാസ്, ആര്യൻ, ബിന്നി. അപ്പോൾ ആദില, നൂറ എന്നിവരിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ സങ്കടം ഉണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ട് എന്ന് അവർ പറയുന്നു. ഏതായാലും ഈ ഒരു വീക്കിൽ എവിക്ഷൻ ഇല്ല. നെക്സ്റ്റ് എവിക്ഷനിലേക്ക് അനുവും ജിസയിലും ആ ഒരു അലമുണ്ടാക്കിയത് കൊണ്ട് ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം സ്റ്റോർ റൂമിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നു ജിസേലിൻ്റെ പെട്ടി. അപ്പോൾ ആ ഒരു പെട്ടി അനുമോള് ജിസേലിന് കൈമാറുന്നു. എല്ലാവരോടും ജിസേൽ താങ്ക്സ് പറയുന്നു. അനുമോളോട് താങ്ക്സ് പറയാനായിട്ട് മറന്നു എന്നുണ്ടെങ്കിലും പിന്നീട് താങ്ക്സ് പറയുന്നു ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ്. പ്രത്യേകിച്ച് സംഗതിയൊന്നുമില്ല. ഇതിങ്ങനെ അങ്ങനെയൊക്കെ ഒപ്പിച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്നും വരില്ല. ഇത് നമ്മളെല്ലാവരുടെയും, ഇൻക്ലൂഡിങ് ലാലേട്ടൻ, ഞാൻ, നിങ്ങൾ എല്ലാവരുടെയും ഒരു ദിവസത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെ തോന്നരുത്. അത്ര ആത്മാർത്ഥത ഒന്നും വേണ്ടെന്നേ. ലാലേട്ടൻ്റെ ഒരു ആത്മാർത്ഥത മാത്രം മതി. അദ്ദേഹം ആ ഒരു തൊഴിലിൽ സ്പെൻഡ് ചെയ്യുന്ന, അദ്ദേഹം ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് മാത്രം മതി നമുക്കും ഇതുപോലുള്ള ഒരു പരിപാടിയോട്. അല്ലാതെ ഇവിടെ ചത്ത് കിടക്കരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുകയാണ്. നന്ദി.